ലോട്ടറിയുടെ സമ്മാന ഘടന പരിഷ്കരിക്കണം. സമ്മാനഘടന ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് 3% താഴെയുള്ളവർക്ക് മാത്രമാണ് കിട്ടുന്നത്. 10% വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മാനഘടന പരിഷ്കരിച്ചാൽ മാത്രമാണ് ലോട്ടറിയെ നമുക്ക് ജനകീയവൽക്കരിക്കാൻ കഴിയുകയുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോ ഭവന പദ്ധതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംഘടന ആദ്യമായി ആവശ്യപ്പെട്ട കാര്യമാണ്. ജീവനക്കാർക്ക് ജാഥയുടെ ഒരു ആവശ്യമായിരുന്നു. അതൊക്കെ നടക്കട്ടെ, അതെല്ലാം നല്ല കാര്യം. പക്ഷേ ഇവർ ഈ ലോട്ടറിയെ തകർക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അധിക സമയമൊന്നുമില്ലത് തീരാറായി ഈ സർക്കാരിന്റെ സമയം. ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്നാൽ ആദ്യം നടപ്പാക്കാൻ പോകുന്നത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാരുണ്യ സ്കീം നമ്മൾ നടപ്പാക്കും. കാരുണ്യ ലോട്ടറി. 2, നമ്മൾ ഇതിന്റെ സമ്മാന ഘടന നമ്മൾ പരിഷ്കരിക്കും. സമ്മാന ഘടന ഒരു 10% വരെ സമ്മാനം കിട്ടുന്ന തരത്തിൽ സമ്മാന ഘടന പൂർണ്ണമായി പരിഷ്കരിക്കും. 3, ലോട്ടറി സെല്ലേഴ്സിന്റെയും ഏജന്റുമാരുടെയും സുരക്ഷിതത്വം, അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ നടപടികൾ, ക്ഷേമ പരിപാടികൾ തീർച്ചയായിട്ടും പ്രഖ്യാപിക്കും. കേരളത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന ആളുകൾ എന്നുള്ള ഒരു മുഖ്യമായ പരിഗണന ഈ വിഭാഗത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് UDF ഗവൺമെന്റ് നൽകുക തന്നെ ചെയ്യും. അതേ അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടിക്കറ്റ് ഇവിടെ നിന്ന് പുറത്തേക്കും പോവില്ല, വേറൊരു ടിക്കറ്റും പുറത്തുനിന്ന് ഇങ്ങോട്ട് അകത്തേക്കും വരില്ല എന്നതിൽ കർശനമായ നിലപാട് സ്വീകരിക്കും. കേരളത്തിൽ കൃത്യമായ നമ്മുടെ സംഘടന ഉൾപ്പെടെയുള്ളവരോട് ആലോചിച്ച് കൃത്യമായ ഒരു ലോട്ടറി നയവും ഒരു നടപടിയും UDF വരുമ്പോൾ ഉണ്ടാകും എന്നുള്ള വാക്ക് നൽകിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.